ഹലോ എവരിവൺ. മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിന്റെ 10ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സോ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 9% ഓഫ് എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലെ 9% കനോട്ട് ടേസ്റ്റ് എ സർട്ടൈൻ ഫുഡ് ഐറ്റം, ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് റെസസീവ് അല്ലീൽ ഓഫ് ദ ജീൻ IAT എന്ന് പറഞ്ഞ ജീൻസിൽ റെസസീവ് അല്ലീൽസ് വരുന്ന ആളുകൾക്ക് ഒരു ഫുഡ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നില്ല. അതൊരു പോപ്പുലേഷനിലെ 9% ആണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അസ്യൂമിങ് ദ പോപ്പുലേഷൻ ഈസ് ഇൻ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് ആൻഡ് റെസസീവ് അല്ലീൽസ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ നമ്മളോട് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണ്? നമുക്കറിയാം പിയും ക്യൂ ആണ് അല്ലെ. നമ്മുടെ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷനിലുള്ള പിയും ക്യൂ ആണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നത് ഒരു പോപ്പുലേഷനിലെ 9% ഓഫ് ദ പോപ്പുലേഷൻ കനോട്ട് ടേസ്റ്റ് എ സർട്ടൈൻ ഫുഡ്. 9%, ആ പോപ്പുലേഷനിലെ 9% ആൾക്കാർക്ക് ഓഫ് ദ പോപ്പുലേഷൻ കനോട്ട് ടേസ്റ്റ് എ ഫുഡ്. അത് ആരാണെന്നാ പറഞ്ഞത്? റെസസീവ് അല്ലീൽ കയ്യിലുള്ള ആൾക്കാരാണ് എന്നാണ് പറഞ്ഞത്. അതായത് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ആളുകളുടെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് 9% ആണ് എന്ന് പറഞ്ഞാൽ അത് ആ 9% ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു ഫ്രീക്വൻസി. നമ്മൾ പേഴ്സൻറ്റേജിനെ എങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യുക? ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ 0.09 ഫ്രീക്വൻസി, ആ പോപ്പുലേഷനിലുള്ള ഫ്രീക്വൻസി 0.09 ഫ്രീക്വൻസിയിലുള്ള ആളുകളും ഹോമോസൈഗസ് റെസസീവ് ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി, ശരിയല്ലേ? അപ്പൊ നമ്മള് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷനിൽ നമ്മൾ പഠിച്ചതാണ് Q² റെപ്രസെന്റ്സ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ആളുകളുടെ ഫ്രീക്വൻസി എന്ന് നമ്മൾ പഠിച്ചതാണ്. ആ തിയറി ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്തിരുന്നു നമ്മളുടെ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസിലെ. എല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. ആൻഡ് സ്പെസിഫിക്കലി ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന്റെ ഈ പ്രോബ്ലവും അതിന്റെ തിയറിയും ആ വീഡിയോ ഞാൻ ഇവിടെ ഐകാർഡിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അതൊന്ന് വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വാച്ച് ചെയ്തിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ഓക്കെ, അപ്പം 0.09 ആണ് ഫ്രീക്വൻസി. അത് നമുക്കറിയാം Q² ആണ്. P² + 2PQ + Q² എന്ന് പറഞ്ഞ ഇക്വേഷനിലെ Q² റെപ്രസെന്റ്സ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ആളുകളുടെ ഫ്രീക്വൻസി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ Q² = 0.09. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? Q എന്ന് പറയുന്നത് √0.09 ആണ്. സോ there will be 0.3. അപ്പൊ Q എന്ന് പറയുന്നത് എന്താണ്? 0.3 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് P + Q = 1. രണ്ട് ഫ്രീക്വൻസി കൂട്ടിയാൽ എന്താ കിട്ടുക? 1 ആണ്, ശരിയല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താണ് P എന്ന് കിട്ടുമല്ലോ. P = 1 - 0.3, that is 0.7. ഇത് നമുക്ക് കിട്ടി. യെസ്. ഇനി P എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് അല്ലീൽ. എന്താ P എന്ന് പറഞ്ഞാല്? ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് അല്ലീൽ. ഇതല്ലേ നമ്മൾ പഠിച്ചത്? യെസ്. then what is Q? ഫ്രീക്വൻസി ഓഫ് റെസസീവ് അല്ലീൽ. ഫ്രീക്വൻസി ഓഫ് റെസസീവ് ആയിട്ടുള്ള അല്ലീൽ. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? വാട്ട് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് ഡോമിനന്റ് ആൻഡ് റെസസീവ് അല്ലീൽസ്? ഡോമിനന്റ് അല്ലീൽ എന്ന് പറയുന്നത് P അല്ലേ? P എന്ന് പറയുന്നത് 0.7 ആണ്. ആൻഡ് റെസസീവ് അല്ലീൽ എന്ന് പറയുന്നത് Q ആണ്. അത് എന്ന് പറയുന്നത് എത്രയാ? 0.3 ആണ്. സോ 0.7 ആൻഡ് 0.3 എന്നാണ് ഉത്തരം വരേണ്ടത്. സോ അത് നമ്മുടെ ഓപ്ഷൻ A ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതുപോലത്തെ ജസ്റ്റ് ഒന്ന് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട മാത്രം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. നമ്മൾ മിഷൻ ഐസർ എന്ന് പറഞ്ഞ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യം അത് തന്നെയാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ ഒരു സൊല്യൂഷൻ ആൻഡ് ഇതിന്റെ നമ്മുടെ ഈ നോട്ട് PDF ആയിട്ട് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഐസർ ആസ്പിരൻസ് ഉണ്ട്, ഇപ്പൊ ഐസറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ അതിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെയും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ മിഷൻ ഐസർ എന്ന് പറഞ്ഞ വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഐസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ
എല്ലാവരിലേക്കും ഈ വീഡിയോ സീരീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ വെബ്സൈറ്റിലും കയറി നോക്കുക. സോ മിഷൻ ഐസർ എന്ന് പറഞ്ഞ ഈ വീഡിയോ സീരീസിന്റെ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.